ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഇടുന്നു. ബ്രോ ഡ്രസ്സ് ഇടാം, ബ്രോ ഡ്രസ്സ് ഇടേ. കുപ്പായ താത്ത ബ്രോ താത്ത. ഗുഡ് ബോയ്. അങ്ങനെ മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കുപ്പായൊക്കെ ഇട്ട് ബ്രോ തലവാര് മോന് തലവാര് പോവാമല്ലോ. അങ്ങനെ തലയൊക്കെ വാരുന്ന് ചായ കുടിക്കാൻ വേണ്ടി റെഡിയാണ്. ഞാൻ ചമ്മന്തി ഉഴുന്ന് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോകും. ഇതിൻ്റെ ഇടയിൽ ദോശ ചുട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കാം. പിന്നെ അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ മോന് വന്നിങ്ങനെ എന്നെ കുത്തുന്നുണ്ട് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവന് ദോശ ഉണ്ടെങ്കിൽ അടുക്കളയിൽ വരും. പിന്നെ അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ 2 ദോശയും കൂടെ ഉണ്ടാക്കിയിട്ട് അവന് ചായ കൊടുക്കാമെന്ന് വിചാരിച്ച് ദോശ ഉണ്ടാക്കി. അവനിങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് അടുക്കളയിലേക്ക്. രാവിലെ എപ്പോഴും അവന് ചായ കുടിക്കാൻ അങ്ങനെ വരലില്ല. എന്താ വെച്ചാൽ അവർ ഉഴുന്ന് ദോശ അങ്ങനത്തെ ഇഡ്ഡലി അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിലേ വരും. അപ്പം അങ്ങനെ കയ്യിലങ്ങനെ ഒന്നും തൊടിയില്ല. അവന് സെൻസറി ഇഷ്യൂസ് കൊണ്ട് ഭയങ്കര കയ്യിലെന്തെങ്കിലും പറ്റുമ്പോൾ ഭയങ്കര ഇത്. അമ്പ്രോ അപ്പം തിന്ന ഗുഡ് ബോയ്. കൈ താത്ത്. അമ്പ്രോ അടുത്തത് എടുക്ക്. അമ്പ്രോ അപ്പം എടുക്കാം. ഗുഡ് ബോയ്. ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നുണ്ട്. പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അവന്. തിന്നാം ബ്രോ, തിന്ന് കറി ചമ്മന്തി എടുക്കുക. ഗുഡ് ബോയ്. അമ്പ്രോ നോക്കട്ടെ അമ്പ്രോ ചായ കൊടുത്ത്. ചായ ഇപ്പം കപ്പിലെല്ലാം ഇപ്പം പിടിക്കാൻ തുടങ്ങിയത്. മുമ്പൊന്നും കയ്യിൽ പിടിക്കുന്നുണ്ടായിട്ട. അടവെച്ച് അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ട് ബാപ്പാൻ്റെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുന്ന. ബാപ്പാൻ്റെ കൂടെ ഒരു കറക്കളിങ്ങനെ കറങ്ങിയിട്ട് വന്നിട്ട് വീട്ടിൽ വിട്ടാലേ അവനെ അവിടെ പോകാൻ സമ്മതിക്കൂ. അങ്ങനെ ഇപ്പോൾ ചായ കുടിയൊക്കെ കഴിയാനായി ഏകദേശം. പിന്നെ ചായ കുടി കഴിഞ്ഞിടയിൽ ഞാൻ ചോറുണ്ടാക്കി. ഉച്ചക്കത്തേക്ക് ചോറ് വെച്ച് അത് തിളച്ചപ്പോൾ ഇങ്ങനെ റൈസ് കുക്കറിലേക്ക് മാറ്റി. പിന്നെ അവന് പാപ്പാൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ചെരുപ്പ് ഇടാനൊന്നും അറിയുന്നുണ്ടായിട്ട് ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ്. അവനാദ്യം വള്ളി ചെരുപ്പൊക്കെ ഇടുന്നു. ചെരുപ്പിടാൻ ബ്രോ പല്ലക്ക് അങ്ങനെ ഓടുന്ന വണ്ടിയിൽ കയറാം. വണ്ടിയിൽ അങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് വന്ന് വീട്ടിലേക്ക് എത്തി. നല്ല പതിയെ കയറാം ബ്രോ. ചെരുപ്പയ്ക്ക് ചെരുപ്പയ്ക്ക്. ഉച്ചക്കത്തെ ചോറുണ്ടാക്കിയിട്ട് അവന് ചോറ് തീരെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ പാട്ടെല്ലാം വെച്ച് കൊടുത്തിട്ട് വായിലിട്ട് കൊടുക്കുക. നിർബന്ധിച്ച് കഴിപ്പിക്കണം ചോറ്. ചോറൊന്ന് ചോറെടുത്ത്. ഒരു മാങ്ങ വേണോ? മാങ്ങ എടുക്കാം എടുക്ക്. കയ്യിലൊന്നും ഇടിക്കില്ല. ഭയങ്കര ഇതോ എനിക്ക് കൈ പിടിക്കാൻ വേണ്ടിയിട്ട്. കൈ അപ്പം തന്നെ മേത്തേക്ക് വരക്കും. അവനിഷ്ടം അങ്ങനത്തെ കൊപ്പിയൊക്കെ ഭയങ്കര ഇഷ്ടം. എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ വാങ്ങിക്കൊടുക്കും. എന്താ വെച്ചാൽ അവൻ എപ്പോഴും കൊടുക്കുമ്പോൾ അവൻ്റെ സൗണ്ടെല്ലാം മാറുന്നു. ഭയങ്കര സന്തോഷം അവന്. അതിൻ്റെ ഇടയിൽ പാട്ട് നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അല്ലെങ്കിൽ തീരെ ഇരിക്കില്ല. എല്ലാം ഫോണിൽ പാട്ടിട്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിപ്പിക്കൽ. വീഡിയോ ചെയ്യാൻ ഫോൺ എടുത്തുകൊണ്ട് ടി വിയിലിട്ടിട്ട് അവനെ കൊണ്ട് കഴിപ്പിക്കണം. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവന് മേരി ബിസ്കറ്റ് നിർബന്ധം. അതും കൂട്ടി ചായ കൊടുക്കണം. അവന് മുക്കി കഴിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മളാണത് ചായയിലിട്ട് കൊടുക്കുന്നത്. വേറെന്ത് കൊടുത്താലും അവനല്ലേ. ഇതിന് രാത്രിക്കുള്ള ഫുഡ് തയ്യാറാക്കണം. രാത്രി 10 നമ്മൾ എല്ലാ ദിവസം ഏകദേശം 10 തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങനെ 10 ഉണ്ടാക്കിയിട്ട് അവന് കഴിക്കാൻ 8 മണിയാകുമ്പോൾ അവന് കഴിക്കാൻ കൊടുക്കും.
പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ തയ്യാറായിട്ട് അമ്പ്രോ ഇപ്പോൾ ദേഷ്യത്തിനുണ്ട് ഫുഡ് വേണ്ട പറഞ്ഞിട്ട്. അമ്പ്രോ ഫുഡ് കഴിക്കാം ബ്രോ. അമ്പ്രോ അപ്പം തിന്നാം ബ്രോ. ആ ഗുഡ് ബോയ്. ഭയങ്കര ദേഷ്യം ടി വിയിൽ പാട്ടിടാത്തതുകൊണ്ട്. അവന് എന്ത് ഭക്ഷണം ഞാൻ പറഞ്ഞു ദോശ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെയും കഴിക്കുമോ, ഇത് പത്തെല്ലാം വലിയ താല്പര്യമൊന്നുമില്ല. അമ്പ്രോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. വാ അമ്പ്രോ ഉറങ്ങാമല്ലോ, വാ വാ എണീക്ക് അമ്പ്രോ. മോനെ ഉറങ്ങാൻ കിടന്നു.